ഷെറിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. എന്താണ് ഹോംവർക്ക് എഴുതാത്തത്? നീ പഠിച്ചിട്ട് കിടന്നാ മതി. മതി കളിച്ചത് പോയി പഠിക്കാൻ. എന്താ ഈ ആലോചിച്ചത്? നീ പഠിച്ചിട്ട് കഴിച്ചാൽ മതി. നീ പഠിച്ചിട്ട് കിടന്നാ മതി. നീ പഠിച്ചിട്ട് ഹോംവർക്ക് എഴുതാത്തെന്താ? നീ പഠിച്ചിട്ട് മതി കളിച്ചത് പോയി പഠിക്കാൻ. എന്താ ഈ ആലോചിച്ചത്? നീ പഠിച്ചിട്ട് കഴിച്ചാൽ മതി. നീ പഠിച്ചിട്ട് കിടന്നാ മതി. നീ പഠിച്ചിട്ട് ഹോംവർക്ക് എഴുതാത്തെന്താ? നീ പഠിച്ചിട്ട് കിടന്നാ മതി. മതി കളിച്ചത് പോയി പഠിക്കാൻ. എന്താ ഈ ആലോചിച്ചത്? നീ പഠിച്ചിട്ട് കഴിച്ചാൽ മതി. നീ പഠിച്ചിട്ട് കിടന്നാ മതി. നീ പഠിച്ചിട്ട് കിടന്നാ മതി. നീ പഠിച്ചിട്ട് കിടന്നാ മതി. നീ പഠിച്ചിട്ട് ആന്റി ഷെറിനില്ലേ ആന്റി? അവനിവിടെ ഇല്ല. ആന്റിയുടെ വീട്ടിൽ പോയിരിക്കുക. ആരാ അമ്മ? അത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാ. ഞാൻ കേട്ടല്ലോ അതിന്റെ സൗണ്ട്. മിണ്ടായിരുന്നു പഠിക്കണം അവിടെ. ഡാ, നീ ഇല്ലാതെ ഞങ്ങളത് തട്ടിക്കൂട്ടി. നീ ഒന്ന് നോക്ക്.
വരാന്നാണല്ലേ പറഞ്ഞ. എന്തിനാടാ ഇന്നലെ കരഞ്ഞ് വിളിച്ച് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്? ഇന്നലെ കണ്ടതിൽ എന്താ സംഭവിച്ചതെന്ന്. എല്ലാം കൊണ്ട് ഞാനാകെ ഒറ്റപ്പെട്ടതുപോലെ. എനിക്ക് അവരെ പോലെ ജീവിക്കണം. എടാ, ജീവിതം എന്ന് പറയുമ്പോൾ കുറെ ത്യാഗങ്ങളും കുറച്ച് സന്തോഷങ്ങളും എല്ലാം ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതം പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്, അതേ നമ്മുടെ ജീവിതത്തിൽ നടക്കുള്ളൂ. നീ കേട്ടിട്ടില്ലേ, ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവൻ, അവിടെ നിന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. എന്നാലും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഒരു ജയിലോ? അതുല്, രാഹുല് ഇവരെയൊക്കെ കണ്ടിട്ടില്ലേ? അവരെത്ര ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത്. എപ്പോൾ വേണേ വരാം, എപ്പോൾ വേണേ പോവാം, ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പോ എന്താ നിനക്ക് ചെയ്തു തരേണ്ടേ പറ. ഈ അതുലിന്റെ അപ്പനമ്മയെ പാരന്റ്സെ കിട്ടുമോ? എടാ, അതുലിന്റെ ഫ്യൂച്ചർ എന്താണെന്നും അവൻ എവിടെ പോയി നിൽക്കുമെന്നും നിനക്ക് വല്ല ധാരണയുണ്ടോ? അതെന്തോ ആവട്ടെ, എനിക്കതൊന്നും അറിയണ്ട. അല്ല, അത് നീ അറിയണം, നീ കാണണം. ഇതല്ലേ ലൈഫ്? സെറ്റ്, സൂപ്പർ. ഡാ, നിക്ക് പോവല്ലേ.
ഇതാണോ നീ ആഗ്രഹിക്കുന്ന ലോകം? ഇതാണോ നിനക്ക് വേണ്ടത്? ഇനി നീ നിന്റെ വീട്ടിലേക്കൊന്ന് നോക്കിയേ. നീ ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അവിടെ നിനക്ക് എന്താ ഒരു കുറവ്? എന്നാലും നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ആണ്, ഞാൻ കരുതുന്ന പോലെ തന്നെയാണ്. എടാ, നീ വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ കൂടെ ഇരിക്ക്, ഒരുമിച്ച് ഭക്ഷണം കഴിക്ക്, അമ്മയോടൊത്ത് യാത്ര ചെയ്, അമ്മയും കൂട്ടി പള്ളിയിലൊക്കെ ഒന്ന് പോ. നീ ആദ്യം പോയി ഒന്ന് കുമ്പസരിക്ക്. അമ്മ, അമ്മ, ഷെറിൻ, നീ കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ടല്ലേ ഈ പ്രോഗ്രാമിൽ ഇട്ടത്. നിർത്തിക്കോ, ഇനി ഒന്നുമില്ല, പഠിത്തം മാത്രം മതി. ഡാ, ഇതാണ് സമയം. പോയി സംസാരിക്ക്. നിന്റെ മനസ്സിലുള്ളതെല്ലാം പോയി പറയ്. വാ, എണീക്ക്. അമ്മ, നീ ഒന്ന് സംസാരിക്കണം. അമ്മ, മടുത്തമ്മ, ശരിക്കും മടുത്തു. പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണോ അമ്മ ഞാൻ? എനിക്കുണ്ടമ്മ ഫീലിങ്സ്. നിങ്ങളൊന്നും മനസ്സിലാക്കമ്മ എന്നെ. കുഞ്ഞിലെ മുതലൊരു കൂട്ടിൽ പൂട്ടി എന്നെ വളർത്തിയതല്ലേ അമ്മ നിങ്ങൾ. അതിലുപരി ഇത്രയും പഠിക്കെന്നും പറഞ്ഞ് ഇത്രയ്ക്ക് പ്രഷർ അമ്മ എനിക്ക് തന്നില്ലേ? ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കൂ അമ്മ. നിർത്തടാ. നിങ്ങൾ പറഞ്ഞ എന്ത് കാര്യമാണ് ഞാൻ അനുസരിക്കാത്തത്? എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നെങ്കിലും നിങ്ങൾക്കറിയാവോ? ആരോടും കൂട്ടുകൂടാൻ പാടില്ല, പള്ളിയില്ല, പ്രാർത്ഥനയില്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല, ഒരുമിച്ചൊരു യാത്ര പോകാറില്ല. എന്തൊരു വീടാണിത്? എൻ്റെ മനസ്സിൽ നിങ്ങളോ ഈ വീടോ ആരും തന്നെയില്ല. ഇതൊക്കെ നിങ്ങളോട് പറയേണ്ടി വന്ന എൻ്റെ ഒരു അവസ്ഥ. ഇതൊരു ചെറിയ പാനിക് അറ്റാക്കാണ്. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ എന്താണ് കാരണം? ആള് വീട്ടിലെങ്ങനെയാണ് പഠിത്ത കാര്യങ്ങളിലൊക്കെ, അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിൽ, പൊതുവെ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും എങ്ങനെയാണ് മകൻ ഇടപെടുന്നത്? നിങ്ങളുടെ മോനെ കുറിച്ചാണ് ചോദിച്ചത്, എന്താ മിണ്ടാതിരിക്കുന്നേ?
ഡോക്ടറെ, അവൻ പഠിത്തത്തിൽ മിടുക്കനായ കുട്ടിയാണ്. സ്കൂളിൽ അവനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ. വീട്ടിലായാലും അവൻ്റെ കൂടുതൽ സമയവും അവൻ്റെ റൂമിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, പഠിത്തവും മറ്റു കാര്യങ്ങളായിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് ചീത്ത കൂട്ടുകെട്ടുകളോ ഫ്രണ്ട്സുമായിട്ട് കറക്കോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതാണ് കാര്യം. നിങ്ങൾ അവൻ്റെ നല്ലതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും പറയുന്നു, പക്ഷേ അത് അവനിൽ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. എന്നാലും എൻ്റെ മകൻ എന്താ ഡോക്ടറെ സംഭവിച്ചത്? നിങ്ങൾ മോന് വേണ്ടി ചെയ്തതെല്ലാം നല്ലതിന് വേണ്ടിയായിരിക്കും, പക്ഷേ നിങ്ങളുടെ അമിതമായ ആഗ്രഹം കാരണം അതവന് സ്ട്രെസ്സായിട്ട് മാറി. അതുകൊണ്ട് തന്നെ അവന് കൂട്ടുകാരില്ല, അവൻ്റേതായിട്ടുള്ള എൻജോയ്മെൻറ്റുകളൊന്നുമില്ല. അങ്ങനെ വന്നപ്പോൾ അവൻ അവൻ്റെ കാര്യങ്ങളിലോ അവൻ്റെ സ്വപ്നങ്ങളോ അവൻ്റെ ആഗ്രഹങ്ങളോ അനുസരിച്ച് അവന് പ്രവർത്തിക്കാൻ സാധിക്കാതെ വന്നു. അത് അവനിൽ കൂടുതൽ വിഷമം സൃഷ്ടിച്ചു. ഇങ്ങനെയൊരു മൈന്യൂട്ടായിട്ടുള്ളതാണെങ്കിൽ പോലും ഒരു സ്ട്രെസ്സിന് അടിപ്പെട്ട ഒരു രോഗാവസ്ഥയിലേക്ക് അവൻ പോയി. ഇന്ന് സമൂഹത്തിൽ കാണുന്നത് കൂടുതലും മാതാപിതാക്കൾ ഇങ്ങനെയാണ്. കുട്ടികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് അവർ കേൾക്കാറേയില്ല. നമ്മൾ പറയുന്നത് അവരപ്പടി, മാതാപിതാക്കൾ പറയുന്നത് അവരപ്പടി അനുസരിച്ചു കൊള്ളണം. അതുകൊണ്ടാണ് നമ്മളുടെ സ്വപ്നങ്ങൾ കാരണം, നമ്മുടെ അമിതമായ ആഗ്രഹം കാരണം അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്ന് നമ്മൾ വാർത്തകളൊക്കെ ഒത്തിരി കാണുന്നില്ലേ? മക്കൾക്ക് സ്ട്രെസ്സ് കൂടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നതും ലഹരി തേടിപ്പോകുന്നതും ഒക്കെ ഒരുപാട് വാർത്തകളാണ്. കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. അവരുടെ കൂട്ടുകാരാരാണെന്ന് മാതാപിതാക്കൾ അന്വേഷിക്കുന്നില്ല. അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ആരോടാണ് ഇടപഴകുന്നത്, അവരെവിടേക്ക് പോകുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും അമ്മമാരോ അല്ലെങ്കിൽ പാരൻസോ തിരക്കാറില്ല. എന്തെങ്കിലും അവർ വൈകുന്നേരം വന്നു കഴിഞ്ഞ് പറയാനിരുന്നാൽ അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകളാണ്. ഫോണിലായിരിക്കും മാതാപിതാക്കൾ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ അവർ എൻഗേജ്ഡ് ആയിരിക്കും. മക്കൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം. ആത്മഹത്യയും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ വളരെയധികം കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അമ്മ അതിനുള്ള സമയം കൂടുതൽ കണ്ടെത്തണം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തണം. ഒപ്പം അവരോട് നമ്മൾ സമയം ചെലവഴിക്കുന്നു എന്ന് കാണുമ്പോൾ അമ്മ എന്നെ കേൾക്കുന്നുണ്ട്, പപ്പ എന്നെ കേൾക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരുമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്, എൻ്റെ അധ്യാപകരെ കാണാൻ സ്കൂളിൽ വരുന്നുണ്ട്, എൻ്റെ പുസ്തകങ്ങളൊക്കെ നോക്കുന്നുണ്ട്, എനിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നുണ്ട്, എന്നെ പരിഗണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ അവരുടെ ഇത്തരം സ്ട്രെസ്സുകൾ വളരെയധികം കുറയും. അപ്പോൾ നമ്മളുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെടാതെ നമ്മുടെ മക്കളെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അമിത സ്വപ്നം അവരിൽ അടിച്ചേൽപ്പിച്ച് അവരെ അവർക്ക് തന്നെ നഷ്ടമാകാതെ സൂക്ഷിക്കാൻ ഏറെക്കുറെ മാതാപിതാക്കൾ കടപ്പെട്ടവരാണ്. ശരണേ, ഈ ഭൂമിയിൽ ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, എത്ര തന്നെ നീ വീണു പോയാലും താങ്ങായി, കാവലായി, ദൂതികയായി ഞാൻ നിന്നോടൊപ്പം ഉണ്ട്.